അന്തരംഗത്തിൽ പരമാത്മാവും സമസ്ത പ്രപഞ്ചത്തിലും ഏകാത്മതയും. ഇതുതന്നെയാണ് ധർമ്മത്തിന്റെ മൂല സിദ്ധാന്തമെന്നറിയുക. മഹാഭാരതത്തിന്റെ ഈ യാത്ര ക്രോധത്തിൽ നിന്നും അവബോധത്തിലേക്കുള്ള യാത്രയാണ്. നാനാത്വത്തിൽ നിന്നും ഏകത്വത്തിലേക്കുള്ള യാത്രയാണിത്. ഈ ഭൂമിയിൽ വസിക്കുന്ന മനുഷ്യരാശികൾ എത്ര കാലമാണോ ഈ മഹാഭാരത കഥയെ അവരവരുടെ സ്മരണയിൽ സൂക്ഷിക്കുന്നത്, അത്രയും കാലം ഇത്തരം വിനാശങ്ങൾ പുനരാവർത്തനം ചെയ്യുകയില്ല. ഒരു വിധത്തിലുള്ള ശക്തിക്കും ഈ മഹത്വത്തെ വസ്ത്രാക്ഷേപം ചെയ്യുവാൻ സാധിക്കുകയില്ല. ഈ മഹായാത്രയിൽ നമ്മോടൊപ്പം പ്രയാണം ചെയ്തവർക്കെല്ലാം നമ്മുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അവരുടെയെല്ലാം ഹൃദയങ്ങളിൽ ധർമ്മബീജങ്ങൾ നിക്ഷേപിക്കപ്പെട്ടിരിക്കുകയാണ്. അവിടെയെല്ലാം ധർമ്മമാകുന്ന പുഷ്പങ്ങൾ വിരിയട്ടെ. ഏവർക്കും മംഗളം ഭവിക്കട്ടെ. സമസ്ത പ്രപഞ്ചത്തിനും മംഗളം ഭവിക്കട്ടെ.